ബിക്കോസ് അല്ല അങ്ങനെ പറയാൻ പറ്റില്ല, ക്രിയേറ്റീവ് സ്പേസ് കിട്ടുന്നതിൻ്റെ അല്ല, ഒരു കമ്പോസറിന്റെ എന്താ പറയാ, അദ്ദേഹത്തിന് അതാണ് വേണ്ടത്, അത് ആ പാട്ടില് അത് മതി എന്ന് അദ്ദേഹത്തിനും അത് മതിയെങ്കിൽ നമ്മൾ അത് പാടിക്കൊടുത്താൽ മതി. അത് അത്രയും എന്താ പറയാ, ക്ലാരിറ്റി ഉള്ളവർക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ, എനിക്കിത് മതി. വൺ ടേക്കിലൊക്കെ ഞാൻ എടുത്തിട്ട് എഴുന്നേറ്റ് കൈയടിച്ചിട്ടുണ്ടോ. പക്ഷെ അങ്ങനെ എൻ്റെ ഉള്ളിന്ന് വരണ പാട്ടായിരിക്കണം. അങ്ങനത്തെ കമ്പോസിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാവും എന്നെ ടച്ച് ചെയ്യാനായിട്ട് ആ പാട്ടിന്. അങ്ങനെയുള്ള പാട്ടുകൾ അങ്ങനെ വരിക ഒറ്റ ടേക്കിലൊക്കെ. ഹസ്ബൻഡിന് ഫേവറേറ്റ് സോങ് ഓഫ് യുവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും? ഞാൻ ഇത് ആക്ച്വലി ചോദിച്ചിട്ടില്ല. ഈ പാട്ട് എൻ്റെ മോള് നന്നായിട്ട് പാടും. അപ്പൊ ഈ പാട്ട് എൻ്റെ ചേച്ചിയാണ് എൻ്റെ മോൾക്ക് ഇത് കേൾപ്പിച്ചു കൊടുത്തത്. അപ്പൊ അവളാണ് ഇത് ആദ്യം പഠിക്കുന്നത്, എന്നിട്ട് അവളാണ് എന്നെ പഠിപ്പിച്ചത് ഈ പാട്ട്. എന്നെ എപ്പോഴും കറക്റ്റ് ചെയ്യണത് അവളാ. ബാൻഡ് ഇല്ലേ സ്വന്തമായിട്ട്? ബാൻഡ് ഞാനിപ്പോ ഭദ്ര ലൈവും ഉണ്ട്, സ്റ്റോറി ടെല്ലർ ഇൻഡിപെൻഡന്റ് ബാൻഡാണ്. അത് നമ്മൾ മ്യൂസിക് ഫെസ്റ്റിവൽസ് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് പാട്ടുകൾ മാത്രമേ സ്റ്റോറി ടെല്ലറിൽ പാടുള്ളൂ നമ്മളൊരു തീരുമാനം എടുത്തു. അല്ല കൊമേഴ്ഷ്യൽ പർപ്പസിന് എൻ്റെ ഹിറ്റ്സും ഫിലിമിന്റെ പാട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഭദ്ര ലൈവ് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഇരിക്കണേ ഞാൻ. അപ്പൊ ഈ ലൈവില് ഫ്യൂഷന്റെ കൂടെ കർണാട്ടിക്കൊക്കെ എക്സ്പെരിമെന്റ് ചെയ്യാറുണ്ടോ? എല്ലാം മിക്സ് ആണോ? അത് പല രീതിയിലായിട്ടാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുമ്പോൾ, സ്റ്റോറി ടെല്ലർ എന്ന് പറഞ്ഞ ബാൻഡ് എന്താന്ന് വെച്ചാൽ നമ്മൾ കഥ പറയുന്ന ബാൻഡ്. അതായത് നമ്മളിപ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് സീസൺ മുതലേ അങ്ങനെ വെച്ചതാ. അതായത് ഫസ്റ്റ് സീസണിൽ നമ്മൾ നളചരിത്രത്തിന്റെ കഥ പറഞ്ഞു. അപ്പൊ നമ്മുടെ കേരളത്തിലുള്ള പല ആർട്ട് ഫോംസിൽ നളചരിത്രത്തിന്റെ കഥ പറയുന്ന പാട്ടുകളുണ്ട്. അപ്പൊ ഇതൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് ആ സീസൺ ചെയ്തത്. അപ്പം കഥകളി പദമുണ്ട്, തുള്ളലുണ്ട്, പിന്നെ കൈകുട്ടിക്കളിയുണ്ട്. അങ്ങനെ ഓരോന്നിൻ്റെയും പാട്ടുകൾ എടുത്തിട്ടാണ് ഇത് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കേരളത്തിൻ്റെ ഒരു എന്താ പറയുക സ്റ്റോറി പറയണ പോലത്തെ ഒരു പാട്ട്. ഇപ്പം നമ്മുടെ മ്യൂസിക്കിൽ എടുത്തു കഴിഞ്ഞാൽ നാടകഗാനങ്ങൾ, അപ്പം അത് ദേവരാജൻ മാസ്റ്ററിൻ്റെ പാട്ടുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്വാതി തിരുനാളിൻ്റെ കോമ്പോസിഷൻസ്. അപ്പം അതൊരു കേരള സ്റ്റോറി എന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെ ഓരോ സ്റ്റോറികളായിട്ടാണ് നമ്മൾ ചെയ്യുക. അതുകൊണ്ടാണ് സ്റ്റോറി ടെല്ലർ എന്ന് പറഞ്ഞ ബാൻഡ് പേരിട്ടത്. ഈ മ്യൂസിക് എന്ന് പറഞ്ഞ ഒരു വാസ്റ്റ് ഇൻഡസ്ട്രി, നമ്മളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലിങ്ങനെ ഈ ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടല്ലോ. ഇതൊരു കോൺസ്റ്റന്റ് അല്ല ഒരു എന്താ പറയാ ഇതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഒരു പ്രഷറായിട്ട് തോന്നിയിട്ടുണ്ടോ? അത് എക്സൈറ്റ്മെന്റ് ആണോ? എപ്പോഴും എക്സൈറ്റ്മെന്റ്. പുതിയതായിട്ട് പുതിയ പുതിയ കാര്യങ്ങള് എന്താ പറയാ, അതിനൊരു കൂടുതൽ ഇൻട്രസ്റ്റ് ആണ്. അതെ, എനിക്ക് തോന്നുന്നു അത് ഞാൻ ഇപ്പൊ ഡെവലപ്പ് ചെയ്തതല്ല, അതെന്റെ അച്ഛനും അമ്മയായിട്ട് എന്നെ ശീലിപ്പിച്ചതാ കുറെ കാര്യങ്ങൾ അങ്ങനെ. കാരണം അവരെപ്പോഴും എനിക്ക് അങ്ങനത്തെ പാട്ടുകൾ കേൾപ്പിച്ചു തരാണ്, പല പല ജോണേഴ്സിലുള്ള പാട്ടുകൾ. ഈവൻ ദോ കർണാട്ടിക് മ്യൂസിക് മാത്രമാണെങ്കിലും എൻ്റെ അച്ഛൻ എനിക്ക് മൈക്കിൾ ജാക്സൺ കേൾപ്പിച്ചു തരുമായിരുന്നു, അതേസമയം ഗുലാം അലിയുടെ ഗസൽ കേൾപ്പിച്ചു തരുമായിരുന്നു. അപ്പൊ എല്ലാം കേൾപ്പിച്ചു തരും. അപ്പൊ ഈ അന്ന് മുതലേ നമുക്ക് ആ ഒരു വേഴ്സറ്റൈലായിട്ട് കേൾക്കണത് കാരണം അങ്ങനെ നമ്മൾ യൂട്യൂബിലാണെങ്കിലും പാട്ട് തപ്പുമ്പം പുതിയ പുതിയ പാട്ടുകൾ തപ്പി അങ്ങനെ വെറൈറ്റീസ് എപ്പോഴും നോക്കിക്കൊണ്ടേയിരിക്കും. അതിന് നമുക്ക് കുറെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ കിട്ടും, പ്രത്യേകിച്ച് ഇപ്പൊ ഇൻഡിപെൻഡൻസ്. പിന്നെ ഇപ്പോഴത്തെ എക്സ്പ്ലോറേഷൻ ഇൻഡിപെൻഡന്റ് ബാൻഡുകളെ എക്സ്പ്ലോർ ചെയ്യാം. അങ്ങനെ അതെ, അതിൽ എന്തൊക്കെ പുതിയ പുതിയ എക്സ്പെരിമെന്റ്സ് കൊണ്ടുവരാം. അതെ. പിന്നെ ഓരോരുത്തരുടെ പാട്ടിൽ നമ്മൾ ഇൻസ്പയർഡ് ആവുമല്ലോ. ഇപ്പം എനിക്ക് ഇൻഡിപെൻഡന്റ് സോങ്സിൽ ഞാൻ ഏറ്റവും കൂടുതൽ എന്ന് പറയാൻ പറ്റില്ല, എന്നുവെച്ചാലും കുറച്ചെങ്കിലും ഇൻസ്പയർഡ് ആയിരിക്കുന്ന രഘു ദീക്ഷിത് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ബാൻഡ്. പിന്നെ നമ്മുടെ മലയാളത്തിൽ ജോബേട്ടൻ, ഡെഫിനറ്റ്ലി ജോബേട്ടൻ. അപ്പം ഇങ്ങനെയുള്ള സിംഗേഴ്സിൻ്റെ ഒക്കെ പാട്ടുകൾ നമ്മൾ ആക്ച്വലി ഞാൻ ജോബേട്ടനെ വിളിച്ചിട്ട് ഇപ്പോൾ ഒരു പാട്ട് ഞാൻ കേട്ടിട്ട് ഞാൻ ചോദിച്ചു, ചേട്ടാ ഈ പാട്ട് എങ്ങനെയാണ് ഉണ്ടായത്, ഇതിൻ്റെ കഥ എന്താ, എന്തുകൊണ്ടാണ് അതിന് ആ പേരിട്ടെ എന്നൊക്കെ ചോദിച്ചുമ്പോൾ ചേട്ടൻ തന്നെ എല്ലാം ഇങ്ങനെ കഥ പറഞ്ഞുതരും. അപ്പം അതൊക്കെ നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ്. അപ്പം ഇതൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുക ഓരോ ദിവസം. അതുണ്ടായ സാഹചര്യം എന്താണെന്ന് പഠിക്കുക. അപ്പം താമര എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് ചേട്ടൻ്റെ. ഞാൻ ചോദിച്ചു ഇതെന്തുകൊണ്ടായിരുന്നു താമര എന്ന് പേരിട്ടെ. അപ്പൊ എനിക്ക് ചേട്ടൻ ഇങ്ങനെ കഥ പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് അതിന്റെ മീനിങ്, ഇങ്ങനെയൊക്കെയാണ്. നമുക്കും ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പൊ നമ്മള് എന്താന്ന് വെച്ചാൽ നമ്മുടെ നിത്യ ജീവിതത്തിൽ നിന്ന് നമ്മള്
ഇൻസ്പയർഡ് ആവാൻ പല നമ്മളിങ്ങനെ നോക്കിയിരിക്കണം എപ്പോഴും. നമ്മളിങ്ങനെ ആ ഒരു എക്സൈറ്റ്മെന്റോട് കൂടി നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടിക്കൊണ്ടേ. എവിടെന്നാ വരികയെന്ന് പറയാൻ പറ്റില്ല. ഞാൻ എപ്പോഴും അങ്ങനെയാ, ഭയങ്കര ഓപ്പൺ ആയിട്ട് വെച്ചേക്കുവാണ്. എപ്പോ വേണമെങ്കിലും എനിക്ക് മേ ബി ചീത്ത തോട്ടായിരിക്കാം, ചിലപ്പം നല്ല തോട്ടായിരിക്കാം, ചിലപ്പം അങ്ങനെ പല ഇതായിരിക്കാം. ഐഡിയാസ് എപ്പോഴാ വരണേ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ എന്റെ അടുത്ത പാട്ടുകളൊക്കെ അങ്ങനെ, എല്ലാ പാട്ടുകളും അങ്ങനെയാ ഉണ്ടായത്. ഫ്രം ഇൻസ്പിറേഷൻ, എന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ഇൻസ്പയർഡ് ആയിട്ടല്ല പാട്ടുണ്ടായത്. അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരുന്ന ഓരോരോ കാര്യം. അങ്ങനെ ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റ് ആയി കഴിഞ്ഞാൽ ആ ഒരു ഫ്രീഡം ഉണ്ട്. അപ്പൊ നോക്കുകയാണെങ്കിൽ ഇപ്പം പ്ലേ ബാക്കിങ് അല്ലെങ്കിൽ ഫ്യൂഷൻ, സ്റ്റേജ് ഷോസ്, ഇൻഡിപെൻഡന്റ്, ഏതാണ് ക്ലോസസ്റ്റ് ടു ദ ഹാർട്ട് പറയുകയാണെങ്കിൽ? ഓഫ് കോഴ്സ് ഇൻഡിപെൻഡന്റ് പറയുള്ളൂ എന്ന് പറയാം. അതെ, ആദ്യമേ പറഞ്ഞല്ലോ എന്നെ പ്ലേ ബാക്ക് സിംഗർ ആയിട്ട് മുദ്ര കുത്തിട്ട ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റ്. ഇപ്പൊ അങ്ങനെയാണല്ലോ ട്രെൻഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻഡിപെൻഡന്റ് ട്രാക്കിലൂടെയാണല്ലോ ഇപ്പൊ എല്ലാരും. അത് പ്യുവർലി സാറ്റിസ്ഫാക്ഷൻ ആണ്. ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റ് നമുക്കൊരു ടാഗ് ലൈൻ ഉണ്ടെങ്കിൽ സംതിങ്. നമുക്ക് റാപ്പിഡ് ഫയറിൽ കുറച്ച് കുഞ്ഞു ചോദ്യങ്ങളാണ്. ഇപ്പം അന്താതി അല്ലെങ്കിൽ പുതിയൊരു ലോകം, ഏതാണ് ക്ലോസ് ടു ഹാർട്ട്? ടഫ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ടഫ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ അന്താദിയോടൊരു ഇഷ്ടം കൂടുതലുണ്ട്, കാരണം എന്റെ ഫസ്റ്റ് സോങ് ആയതുകൊണ്ട്. പുതിയ ലോകം ഒരു അങ്ങനത്തെ ഒരു പാട്ട്, പക്ഷെ രണ്ടും ഫേവറേറ്റ് ആണ്. ഓക്കെ. പ്ലേ ബാക്ക് സോങ്സ് അല്ലെങ്കിൽ ഇൻഡി സോങ്സ്, ഏതാണ്? ഇൻഡി. ഇൻഡി. നേരത്തെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട്. സോഫ്റ്റ് മെലഡീസ് അല്ലെങ്കിൽ പവർഫുൾ സ്റ്റേജ് ഷോസ് സോങ്സ്? സോറി, സോങ്സ് ആൻഡ് ഷോസ്. പവർഫുൾ സോങ്സ് ആണോ? ബേസ് ടെക്സ്ചറിന്റെ ഒരു. അതെ, ഞാൻ എപ്പോഴും എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള പാട്ടുകൾ പവർഫുൾ, അങ്ങനത്തെ പാട്ടുകൾ. ഞാൻ പാടിയിട്ടുള്ള കുറേ പാട്ടുകൾ ആക്ച്വലി അങ്ങനത്തെ പാട്ട് ഞാൻ പാടിയിട്ട് ഹിറ്റായിട്ടുണ്ട്, പക്ഷെ ആർക്കും അറിയില്ല. അതേത് പാട്ടാ? ഇപ്പൊ റീസെന്റ് ഹിറ്റ് കാട്ടാളൻ, അതിനകത്തെ പാട്ട്. പിന്നെ അതിനു മുമ്പ് എഗെയിൻ അജനി സാറിന് തന്നെ പാടിയത്. അത് പക്ഷെ മലയാളം ഡബ്ബായിരുന്നു, പക്ഷെ എന്നാലും പാട്ട് ഭയങ്കര ഹിറ്റായിരുന്നു. കാട്ടാളിലെ പാട്ട് എന്നാലും നമുക്ക് രണ്ടുപേര്. യെസ്. ഓ അപ്പോൾ കാട്ടാളൻ സിനിമയിലെ പാട്ട്. ഇത് ആനന്ദ് ശ്രീരാജ്, നമ്മുടെ പുരാനി ഫെയിം ആനന്ദിൻ്റെ കൂടെ പാടിയത്. അഗൈൻ അജനി സാറിൻ്റെ കമ്പോസിങ്ങിൽ പടം. എടുപ്പിൽ കാലനൊത്തവനെ, നടപ്പിൽ ആനയൊത്തവനെ, ഭയത്തിൽ നാലുദിക്കും കൈവണങ്ങും വീരനല്ലേ, മയക്കും ആട്ടറാണിവൾ മുതപ്പാടിന്റെ പൊട്ടലുമായി മാറി രാജസഭാ മന്ദിരത്തിൽ വന്നിറങ്ങി. മജക്കോ മല്ലിക മല്ലിക മല്ലിക, രാജാബാ 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 രാജ, മജക്കോ മല്ലിക മജക്കോ മല്ലിക, രാജാബാ 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 രാജ, മജക്കോ മല്ലിക മജക്കോ മല്ലിക. പവർഫുൾ ആയിട്ടുള്ള. അതെ, അതുപോലെ തന്നെ അജനി സാറിന്റെ വേറൊരു പാട്ട് ഞാൻ പാടിയത് റാറാറാക്കമ്മ. അത് വൈറലായിട്ടുള്ള പാട്ടാണ്. അപ്പം അതും അതെ ഈ മാതിരി പവർഫുൾ സോങ് ആണ്. എനിക്ക് അങ്ങനത്തെ പാട്ട് പാടാൻ ഒരു പ്രത്യേക ഇഷ്ടമാണ്. അതെ, കർണാട്ടിക്കിലെങ്കിൽ ഹിന്ദുസ്ഥാനിയിലെ ഏതായിരിക്കും? ഭയങ്കര ഒരു. അതെ, ഹിന്ദുസ്ഥാനി. കാരണം ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചോണ്ട്. ലോ പിച്ച് അല്ലെങ്കിൽ ഹൈ പിച്ചിലെ പാട്ട് ഏതാ? ഓൾവേസ് ലോ. എന്റെ റേഞ്ച് അതാ. എനിക്ക് ഹൈ പിച്ചിലുള്ള പാട്ടുകളെല്ലാം കേൾക്കാനെല്ലാം ഇഷ്ടമാണ്, പക്ഷെ ഞാൻ പാടില്ല. എനിക്ക് ട്രൈ അത് വേണ്ടി ബേസിൽ പാടാം. ബേസില് സ്റ്റുഡിയോ അല്ലെങ്കിൽ ലൈവ് പെർഫോമൻസ്? സ്റ്റുഡിയോ ഇഷ്ടമാണ്, പക്ഷേ ഓഡിയൻസിന്റെ ഒരു. അതെ, അപ്പൊ തന്നെ നമുക്ക് ഫീഡ്ബാക്ക് കിട്ടുമല്ലോ, പൊട്ടയാണോ നല്ലതാണോ എന്നുള്ളത്. സ്റ്റുഡിയോയിൽ എനിക്കൊരു കുറച്ചുകൂടെ കൺട്രോൾഡ് ആയിരിക്കും. അവിടെ അതല്ല, പാടുമ്പോ സുഖം കിട്ടുക, നമുക്ക് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ സാധനം പാടണതിൽ കിട്ടണത് സ്റ്റുഡിയോയില്ല. കാരണം നമ്മൾ അത്രയും ക്ലാരിറ്റിയോടെ കേൾക്കുകയും റെക്കോർഡ് ചെയ്യുകയും ചെയ്യുക. സ്റ്റേജിൽ ഫുള്ളി വൈബ്, ആ ഒരു വ്യത്യാസം. സ്റ്റേജ് ഓൾവേസ് ഫേവറേറ്റ് ആണ്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ചെറിയ ക്രൗഡ് ആണെങ്കിൽ വലിയ ലൈക്ക് ചെറിയ ക്രൗഡിൽ പാടാനാണോ അത് ബിഗ് ക്രൗഡിൽ പാടാനാണോ ഒരു എനർജി ഫീൽ വരുന്നത്? എനർജി ഫീൽ വലിയ ക്രൗഡ്. ഇറ്റ്സ് ഓൾവേസ് മൈ ഡ്രീം അങ്ങനത്തെ ഒരു സ്റ്റേജ്. പാടിയിട്ടുണ്ട്, പക്ഷെ എന്നാലും ഓരോ ദിവസവും കുറച്ചും കൂടെ വലിയ സ്റ്റേജിലോട്ട് പോകണം എന്നുള്ളൊരു
ഫീല്. ചെറിയ സ്റ്റേജ് ആകുമ്പോൾ എപ്പോഴും ഇങ്ങനെ സോഫ്റ്റ് മെലഡീസ്, ഭയങ്കര അത്രയും നമ്മൾ എന്താ പറയുക, നമ്മളോട് അത്രയും അടുത്ത് നിന്ന് പാടണേ അങ്ങനത്തെ പാട്ടുകളൊക്കെ പാടുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഓഡിയൻസ് ഒരു 10-30 പേര് അതൊക്കെ ഇഷ്ടം. ഈ പ്ലാൻഡ് ലൈക്ക് ചില പെർഫോമൻസ് ഭയങ്കര പ്ലാൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ സ്പോണ്ടാനിയസ് ആയിട്ട് അവിടെ നിന്ന് വരണതായിരിക്കും. അപ്പോൾ അത് എങ്ങനെയാ, അത് പാട്ടിന്റെ ബേസിലാണോ? എൻ്റെ എല്ലാം സ്പോണ്ടേനിയസ് സംഭവിക്കണം. എനിക്ക് പ്ലാനിങ് ഇല്ല. പ്ലാൻ ചെയ്തു പോയാലും ഞാൻ അവിടെ വെച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു കിളിയാണ്, എഴുതി വെച്ചിട്ട് പോകേണ്ടി വരും. പിന്നെ ഞാൻ എന്താ ഇവിടെ പറയേണ്ടത് ഇന്നതാണ് അല്ലെങ്കിൽ ഇന്നതാണ് ഇവിടെ ചെയ്യേണ്ടതെന്നൊക്കെ എഴുതി വെച്ചിട്ട് പോകേണ്ടി വരും. കമ്പോസർ പറയുന്ന പോലെ ഫോളോ ചെയ്യോ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അതിലുള്ളൊരു ഇത് ആഡ് ചെയ്യോ, ആഡ് ഓൺ ചെയ്യാറുണ്ടോ? അത് ഡിപ്പെൻഡ്സ് ഓൺ ദ മ്യൂസിക് ഡയറക്ടർ. ഓരോരുത്തരുടെയും ഓരോ ടേസ്റ്റ് ആയിരിക്കും. ചിലർക്ക് അത് ആഡ് ചെയ്യുന്നത് ഇഷ്ടമല്ല, പറഞ്ഞു തന്ന് അങ്ങനെ പാടിയാൽ മതി പറയും. ചിലർ പറയും യു ക്യാൻ ടേക്ക് യുവർ ഫ്രീഡം, എന്താ തോന്നണേ അതുപോലെ പാടിക്കോ എന്ന് പറയും. അല്ല, അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഒരു ക്രിയേറ്റീവ് സ്പേസ് അവിടെ കിട്ടണമെന്നാണ്. അത് ഭയങ്കര ബിക്കോസ് അല്ല അങ്ങനെ പറയാൻ പറ്റില്ല. ക്രിയേറ്റീവ് സ്പേസ് കിട്ടുന്നതിൻ്റെ അല്ല, ഒരു കമ്പോസറിന്റെ എന്താ പറയാ, അദ്ദേഹത്തിന് അതാണ് വേണ്ടത്, അത് ആ പാട്ടില് അത് മതി എന്ന് അദ്ദേഹത്തിനും അത് മതിയെങ്കിൽ നമ്മൾ അത് പാടിക്കൊടുത്താൽ മതി. അത് അത്രയും എന്താ പറയാ, ക്ലാരിറ്റി ഉള്ളവർക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ എനിക്കിത് മതി എന്ന്. അത് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓവറാവും, അല്ലെങ്കിൽ കുറഞ്ഞു കഴിഞ്ഞാൽ അതായി പോകും എന്നുള്ളത്. ഇത്രയും ക്ലാരിറ്റി ഉള്ളവർക്ക് മ്യൂസിക് ഡയറക്ടേഴ്സിന് അങ്ങനെ പറയാൻ പറ്റും. അല്ലാത്തവരുടെ അവർ ക്ലാരിറ്റി ഇല്ല എന്നല്ല, പക്ഷെ അവര് എന്താ പറയാ, അവർ ആ ഫ്രീഡം നമുക്ക് തരണു. ബിക്കോസ് അത് ഒരു ജനറേഷൻസിന്റെ പഴയ ആൾക്കാർക്ക് കുറച്ചും കൂടി അവർ പറയണത് പാടിയാൽ മതി എന്ന് പറയും. അത് കറക്റ്റ്. ഇപ്പോഴത്തെ ആൾക്കാർ കുറച്ചും കൂടി ഫ്രീഡം തരും നമുക്ക്. നമുക്ക് ഈ കവർ സോങ്സ് കേൾക്കുമ്പോഴും നമ്മളതിൽ എന്തെങ്കിലും ഒരു ആഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടില്ല, എസ്പെഷ്യലി പഴയ പാട്ടുകളൊക്കെ ചെയ്യുമ്പോൾ. കാരണം അത് ഓൾറെഡി നമ്മൾ പഠിച്ച് അല്ലെങ്കിൽ കേട്ട പാട്ടായിരിക്കും, അതിലൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല. വൺ ടേക്ക് മാജിക് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ടേക്സിലാണോ പെർഫെക്ഷൻ ആയിട്ട് തോന്നുന്നത്? രണ്ടും സംഭവിച്ചിട്ടുണ്ട്. വൺ ടേക്കിലൊക്കെ ഞാൻ എടുത്തിട്ട് എഴുന്നേറ്റ് കൈയടിച്ചിട്ടുണ്ടോ. പക്ഷെ അങ്ങനെ എൻ്റെ ഉള്ളിൽ നിന്ന് വരണ പാട്ടായിരിക്കണം. അങ്ങനത്തെ കമ്പോസിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാവും എന്നെ ടച്ച് ചെയ്യാനായിട്ട് ആ പാട്ടിന്. അങ്ങനെയുള്ള പാട്ടുകൾ അങ്ങനെ വരിക ഒറ്റ ടേക്കിലൊക്കെ. അല്ലെങ്കിൽ കുറച്ച് ഓവർ പെർഫെക്ഷനിസ്റ്റ് ആണോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക് ഡയറക്ടർ മതി എന്ന് പറഞ്ഞാൽ പറയാം, വേണ്ടിട്ട് ഒന്നും എടുക്കണം, പ്യുവർലി എന്റെ സാറ്റിസ്ഫാക്ഷനെ ഞാൻ ചെയ്യുള്ളൂ, പാടുള്ളൂ. പിന്നെ പാടിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ അത് തന്നെ ആയിരിക്കും പാടാൻ, എന്നാലും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാണ്ട് ഞാൻ നിർത്തൂല. ഈ ലൈക്ക് വൺ വേർഡ് ഫോർ മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അത്? മൈ ലൈഫ്. അത് 2 വേർഡായില്ലേ? ഇല്ല, അത് മതി. വൺ സെന്റൻസ് പോലെ. സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജ് ഏത് 1 വേർഡോ? എനർജി. കറക്റ്റ്. ആൻഡ് യുവർ വോയിസ്? വെരി സ്പെഷ്യൽ, വെരി കാമൻ. അതെ, വെരി സ്പെഷ്യൽ, യുണീക്ക്. ഓക്കെ, റാപ്പിഡ് ഫയർ ഇത്ര വേഗം കഴിഞ്ഞു. എത്ര എഴുതി വെച്ചിട്ടുള്ളൂ? ജസ്റ്റ് ലൈക്ക് യുവർ സോങ്സ്. ഭയങ്കര കാമും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൻസർ ആയിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് അതർ ദാൻ സിംഗിങ് അല്ലാത്ത ഹോബീസ്, ഇപ്പോൾ പെയിന്റിങ് പറഞ്ഞു നേരത്തെ. ജിം ഞാനിങ്ങനെ ഇങ്ങനെ ഇൻസ്റ്റയിൽ നോക്കാൻ നേരത്ത് ഭയങ്കര മോട്ടിവേഷൻ ആയിട്ടുള്ള ജിം. എനിക്ക് ഈ മോട്ടിവേഷൻ ഇടയ്ക്കായിട്ട് വരും, ഇടയ്ക്ക് ബ്രേക്ക് ആവും, പിന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ. ഇപ്പൊ എന്റെ മോട്ടിവേഷൻ എന്റെ ഹസ്ബൻഡാണ്. എന്താ വെച്ചാൽ ഇപ്പോഴല്ല, പുള്ളി എന്നും മോട്ടിവേഷനാണ്. പുള്ളി എന്നും എന്നെ പുറകെ ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ അതിങ്ങനെ പുഷ് ചെയ്ത് കുറച്ചാവണം എനിക്ക് പുറത്തേക്ക് വരാൻ. പുള്ളി മാരത്തൺ ഓടും, ഹാഫ് മാരത്തൺ ഒക്കെ ഓടും. പുള്ളിക്ക് ട്രെയിനറുണ്ട്, പുള്ളി ജിമ്മ് എല്ലാ ദിവസവും ഒരു 10 കിലോമീറ്റർ ഓട്ടാം. അപ്പൊ ഇത് കാണുമ്പോൾ ഞാൻ വിചാരിക്കും എങ്ങനെ സാധിക്കണം. അപ്പൊ ഭയങ്കര ഒരു മോട്ടിവേഷൻ തന്നെ. ഞാൻ ഓടി തുടങ്ങി പതുക്കെ. ഞാനും ഇതുമാതിരി എന്താ പറയാ, നമ്മുടെ ഇവിടെ മാരത്തൺ, കൊച്ചി മാരത്തൺ, പിന്നെ ഒരു ഫെഡറൽ ബാങ്ക് കൊച്ചി മാരത്തൺ, പിന്നെ ഏതോ ഒരു വിളിക്കുന്ന സമയത്തിനടുത്ത് മാരത്തൺ അല്ല, അത് 10 കിലോമീറ്റർ നടത്തായിരുന്നു. ഇനി 29th അപ്പം അഡിക്റ്റ് ആയി കുറച്ചൊക്കെ. ആ ഒരു അഡിക്ഷൻ വന്നു. അപ്പം അതിന്റെ ഇത് കൂട്ടുപിടിച്ചിട്ടാണ് പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു ഓടി തുടങ്ങുമ്പം സ്ട്രെങ്ത് ട്രെയിനിങ്ങും ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ സ്ട്രെങ്ത് ട്രെയിനിങ്, അപ്പൊ ജിമ്മിൽ പോയി. അങ്ങനെ പിന്നെ സൈക്ലിംഗ് ഉണ്ട്. ആഴ്ചയിൽ ഒരു വലിയ ലോങ് റൈഡ്, ഒരു 34 കിലോമീറ്റർ ഒക്കെ. അങ്ങനെ ഞാൻ ഹസ്ബൻഡ് കൂടി പോവും.
പിന്നെ ബാഡ്മിന്റൺ ഉണ്ട്. അങ്ങനെ അതിങ്ങനെ ആസ് എൻ ആർട്ടിസ്റ്റ് ഒരുപാട് അല്ലേ നമുക്ക് ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഹെൽത്ത് വൈസ് ഒക്കെ നന്നായിട്ട് ചെയ്യാൻ. ആക്ച്വലി ഞാൻ ഇത്രയും കാലം എൻ്റെ ഹെൽത്ത് നോക്കില്ലായിരുന്നു, ലീസ്റ്റ് ബോധോടായിരുന്നു അതിനെപ്പറ്റി. 2026 ആയപ്പോ എന്തോ ഒരു ബോധോദയം സംഭവിച്ചു. ഞാൻ ഈ വർഷത്തെ എൻ്റെ റെസൊല്യൂഷൻ അതാ, എന്റെ ഹെൽത്ത് ഞാൻ നോക്കും, നല്ല ഫിറ്റ് ആവും എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഫിറ്റ് അല്ല എന്റെ പ്രധാനം, എന്റെ ഹെൽത്ത് നന്നായിരിക്കണം, അത് മാത്രമേ ഉള്ളൂ. സ്റ്റേ ഹെൽത്ത് എന്ന് പറഞ്ഞ പോലെ. അല്ല അതെ, ഹെൽത്ത് ഉണ്ടായാലേ വെൽത്ത് ഉണ്ടാവുള്ളൂ എന്നൊക്കെയുള്ള. ഫുഡി ആണോ? ഫുഡി അല്ലേ അല്ല, എക്സ്പ്ലോർ ചെയ്യാനേ ഇഷ്ടമല്ല. എല്ലാവരും എന്നെ കണ്ടാൽ വിചാരിക്കും ഭയങ്കര ഫുഡിയാന്ന്, പക്ഷെ അല്ലേ അല്ല, എപ്പോഴും സേഫ് ഫുഡ് കഴിക്കുന്ന ആളാണ്. എവിടെ പോയാലും കംഫർട്ടബിൾ സേഫ് ഫുഡ് മാത്രമേ കഴിക്കൂ, ഒരു സാധനം എക്സ്പ്ലോർ ചെയ്യില്ല. കംഫർട്ടബിൾ ഫുഡ് എന്താണ്? ഇപ്പൊ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയാൽ ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും, പക്ഷെ എന്നാലും ഓൾവേസ് റൈസ് ഉണ്ട്. പക്ഷെ ഞാൻ എന്താ പറയുക, ഇപ്പം എല്ലാവരും മീറ്റൊക്കെ കഴിക്കാന്ന് വെച്ചാൽ ഞാൻ ചിക്കൻ മാത്രം കഴിക്കും. ഫിഷിനോട് അങ്ങനെ വലിയൊരു താല്പര്യം എന്ന് വെച്ചില്ല. ഹസ്ബൻഡിന്റെ നിർബന്ധപ്രകാരം കഴിക്കും. ചിക്കൻ കഴിക്കും, മട്ടൺ കഴിക്കില്ല, റെഡ് മീറ്റ് ഒന്നും കഴിക്കില്ല. ഭയങ്കര ചൂസ് ചെയ്യണം. അപ്പൊ തന്നെ ഫുഡിന്റെ ഓപ്ഷൻസ് കുറഞ്ഞു. മക്കളുടെ അമ്മയുടെ ഫേവറേറ്റ് സോങ്ങിൽ ഏത് സോങ്സ് മക്കൾക്കൊക്കെ ഏറ്റവും ഇഷ്ടം? അങ്ങനെ ചോദിച്ചാ പെടും ഞാൻ. അതെ, രാത്രി എന്താ പറയാ, ഉറങ്ങാൻ വേണ്ടി പാട്ടൊന്നും പാടി കൊടുക്കാറില്ല? കഥ പറഞ്ഞു കൊടുക്കാതെ, കഥയാണ് വേണ്ടത്. പാട്ട് പാടുന്ന പണ്ടൊക്കെ പാടുമായിരുന്നു. ഐ മീൻ ഇപ്പൊ ഓമന തിങ്കള് ഒക്കെ പാടും, അമ്മ പാടിക്കൊടുക്കും. ഇപ്പം അവര് ഇങ്ങനെ ഇന്ന പാട്ട് പാടിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമാന്നൊക്കെ ഇങ്ങനെ. ഇപ്പൊ ഈ കാട്ടാളനിലെ പാട്ട് ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്. ഡാൻസ്, എന്റെ മൂത്താളിടയ്ക്ക് കൊറിയോഗ്രാഫി പരിപാടിയൊക്കെ ഇടയ്ക്ക് ഡാൻസ് കളിക്കണതാണ്. അതല്ലാണ്ട് ഇല്ല. പിന്നെ ഞങ്ങൾ 3 പേരും കൂടി കളിക്കും വെറുതെ വീട്ടില്, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ പാട്ട് എല്ലാം ഇഷ്ടം അവർക്ക്, അങ്ങനെ ഇന്ന പാട്ട് ഇഷ്ടമല്ല അങ്ങനെയൊന്നും. ഹസ്ബൻഡിനോ ഫേവറേറ്റ് സോങ് ഓഫ് യോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും? ഞാൻ ഇതൊരു ആക്ച്വലി ചോദിച്ചിട്ടില്ല. ചോദിക്കണേ, എന്തായിരുന്നു ഇന്ന് ഇന്റർവ്യൂവിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, എനിക്ക് പറയാൻ പറ്റിയില്ല. ഉത്തരം എന്തായിരുന്നു ചോദിക്കാം, എനിക്ക് ആക്ച്വലി അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓരോ പാട്ട് കഴിഞ്ഞാൽ അതെന്റെ തലേന്ന് ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയും. പുള്ളി ഏറ്റവും കൂടുതൽ കേൾക്കണ പാട്ടുകൾ ഏതാ? പുള്ളി പഴയ പാട്ടുകളൊക്കെ, 90s പാട്ടുകൾ വെക്കുവാണെങ്കിൽ അതൊക്കെ വെക്കുള്ളൂ. പഴയ മോഹൻലാലിന്റെ പാട്ടുകൾ, അങ്ങനത്തെ പാട്ടുകൾ. അയ്യോ, അപ്പോ അങ്ങനത്തെ പാട്ടുകളൊക്കെ പുള്ളി വെക്കുള്ളൂ. അല്ലാണ്ട് പിന്നെ എന്റെ മക്കളുടെ ഫേവറേറ്റ് ഇപ്പോഴത്തെ പാട്ടുകൾ റാപ്പ് സോങ്സ്, അതൊക്കെ കാണപ്പെടായിരിക്കും. അല്ല, അവര് കുറച്ചും കൂടെ അങ്ങോട്ടേക്കാണ് ഫോക്കസ്ഡ്. നമ്മള് ഈ പരമാവധി ഞാൻ പഴയ പാട്ടുകളൊക്കെ എപ്പിച്ചു കൊടുക്കാറുണ്ട്, ഞാൻ പാടി കൊടുക്കാറൊക്കെ ഉണ്ട്. കാര്യമൊന്നുമില്ല. ഞാൻ പിന്നെ തമിഴ് നമ്മള് ഡ്രൈവ് ചെയ്യുമ്പം ഇപ്പൊ രഘുദീക്ഷിത്തിന്റെ പാട്ടുകൾ ഇഷ്ടമാണ്, അത് കേൾക്കും. അത് അങ്ങനത്തെ പാട്ടുകളൊക്കെ കുറച്ച് എനർജിയുള്ള പാട്ടില്ലേ, അതൊക്കെ ഇഷ്ടമാണ്. പ്രദീപ് കുമാറിന്റെ പാട്ടുകൾ വെക്കുമ്പോഴത്തേക്കും പറയാം ഓഫ് ചെയ്തോ മതി, അമ്മയുടെ ഇഷ്ടമുള്ള പാട്ടുകൾ വെച്ചില്ല, ഇനി വേറെ പാട്ട് കുറച്ച് സോഫ്റ്റ് പാട്ടുകൾ അതൊന്നും ഇഷ്ടമല്ല. അത് ഒരു കുട്ടികൾക്ക് അങ്ങനെ ഇഷ്ടപ്പെടാൻ ചാൻസ് വളരെ കുറവാണ്. അപ്കമിങ് പ്രൊജക്ട്സ് ഒക്കെ എന്തൊക്കെയാ? അപ്കമിങ് ഇനി പാട്ട് റിലീസ് ചെയ്യാനുണ്ട്. പ്രൊഡക്ഷൻ സൈഡിൽ നിന്നും ഉണ്ട്. പ്രൊഡക്ഷൻ സൈഡും ഉണ്ട്. അതല്ലാണ്ട് ഇനി ഞാനൊരു ഭദ്ര ലൈവ് എന്നുള്ള രീതിയിൽ, ലോഞ്ചിങ് എന്നുള്ള രീതിയിൽ ഒരു കുറച്ച് പാട്ടുകൾ ഞാൻ കവേഴ്സ് പ്ലസ് നമ്മുടെ ഓൺ കോമ്പോസ് എല്ലാം കൂടി ചേർത്തിട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്യണം എന്ന് വിചാരിക്കണം. നടക്കോ ഇല്ലയോ ഒന്ന് കണ്ടറിയാം. എന്റെ ഭാഗത്ത് ഒന്നും പ്ലാൻഡ് അല്ലാത്ത കാരണം തൊട്ടാൽ അത് പൊന്നാവുന്ന. ഇല്ല, അങ്ങനെ ഞാൻ പറയാം, അങ്ങനെ ഞാൻ പറഞ്ഞില്ല. അതെന്തോ ഒരു എല്ലാം പൊന്നൊന്നും അല്ല, ചെല്ലത്തൊക്കെ പൊന്നാവും. അല്ല, അങ്ങനെ ഒരു മാജിക് ഉള്ളത് എന്തോ വലിയ ബ്ലെസ്സിങ് ആണ് സത്യം പറഞ്ഞാൽ. ഇറ്റ്സ് പ്യുവർലി ബ്ലെസ്സിങ്. ഞാൻ ഒരു പണിയെടുത്തിട്ടില്ല അതിന്, എന്റെ ജന്മം അങ്ങനെയുള്ളതായിരിക്കാം, അത്രേ ഉള്ളൂ. അതേ പറഞ്ഞ അതന്നെ ഒരു ബ്ലെസ്ഡ് ആണ്. നമ്മള് ഓൺ പ്രൊഡക്ഷനെ കുറിച്ച് സംസാരിക്കല്ലാണ്ട് സഖിയിലത്തെ ഒരു പാട്ട് നമ്മൾ പാടിയില്ല, മറന്നുപോയി ഞാൻ ചോദിക്കാൻ വേണ്ടിട്ട്. സഖി പാട്ട് പാടാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വരിയാണ്, കൺകളിൽ താരജാലവും കരുതി പെൺമകൾ നീ വരും ദിനം, എൻ മനം കൂരിരുൾ തടം അരിയ വെണ്ണിലാവളി പകർന്നിടും. ഇതിൻ്റെ ചേച്ചി എഴുതിയതാ. അതെനിക്കൊരു ഭയങ്കര ഫീലാണ് ആ വരിയിൽ. എന്താന്ന് എനിക്കറിയില്ല, ദാറ്റ് ഈസ് സംതിങ് മാജിക് അതിൽ. അത് പാടാം. കൺകളിൽ താരജാലവും
കരുതി പെൺമകൾ നീ വരും ദിനം കൺകളിൽ താരജാലവും കരുതി പെൺമകൾ നീ വരും ദിനം എൻ മനം കൂരിരുൾ തടം അരിയ വെണ്ണിലാവൊളി നിറഞ്ഞിടും കാത്തിരുന്നു പകൽ മായുവാൻ. സിസ്റ്റേഴ്സ് കാത്തിരിപ്പാണ് ആ പാട്ട്. അതെ അതെ, കാരണം ചേച്ചി അനിയത്തിമാർക്കുള്ളവർക്ക് ഇത് ഭയങ്കരമായിട്ട് അതെ കണക്ട് ചെയ്യാൻ പറ്റും. ഓൾവേസ്. ഓഫ് സ്ക്രീൻ ഭദ്ര എങ്ങനെയാണ്? ഓൺ സ്ക്രീനിൽ ഇങ്ങനെ ഭയങ്കര പാട്ടൊക്കെ പാടി ഇങ്ങനെ എന്താ പറയാ സ്റ്റേജ് ഷോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളല്ലേ. ഓഫ് സ്ക്രീൻ മീൻസ് പാട്ടല്ലാത്തൊരു വീട്ടിലുള്ള ഒരു ദിവസം എങ്ങനെയായിരിക്കും? രാവിലെ എണീക്കുക, പിള്ളേരെ സ്കൂൾ വിടുക, കുക്ക് ചെയ്യുക. അത് ഭയങ്കര പീസ് ആൻഡ് കാം ആയിട്ടുള്ള ഒരാളാണ് അല്ലേ? പീസ് ഓഫ് മൈൻഡ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന. അത് നേരത്തെ മുതൽ അങ്ങനെയാ. പണ്ട് ഞാൻ സംസാരിക്കില്ലായിരുന്നു. സംസാരിക്കാൻ തന്നെ എനിക്ക് ഭയങ്കര കുറയ്ക്കാൻ വേണ്ടി സത്യം പാടുപെട്ടോണ്ടിരിക്കുന്നു. എന്റെ അമ്മ എപ്പോഴും എന്നോട് റേക്കിലി കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കില്ലായിരുന്നു. അത്രയും സീരിയസ്. അല്ല, അത് കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ കുറെ കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്നുള്ളത്. ചേച്ചി ചിലപ്പോ ഇപ്പൊ ക്വയറ്റ് ആയിട്ടുണ്ടോ? അല്ല, ചേച്ചി ഭയങ്കര മെച്ചുവേർഡായി. കാരണം എഴുത്തും വായനയും അങ്ങനെ ഒരു ലോകത്താണ് എൻ്റെ ചേച്ചി ജീവിക്കണേ. ഇവന്തോ ആർക്കിടെക്ട് ആണെങ്കിലും വീട്ടിൽ TV ഇല്ല, ചേച്ചിക്ക് കുട്ടികളില്ല. അപ്പൊ പിന്നെ എങ്ങനെ സമയം പോകും? പുസ്തകങ്ങളുടെ ലോകത്താണ് അവര് ഭാര്യയും ഭർത്താവും ജീവിക്കുന്നത്. അപ്പൊ അതൊക്കെ രണ്ട് സിസ്റ്റേഴ്സ് ആണല്ലേ ചേച്ചി. അപ്പം ഡെഫിനറ്റ്ലി ഈ പാട്ട് ഈ പറഞ്ഞ മാതിരി എല്ലാ ചേച്ചിമാർക്കും അനീതിമാർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം. അതേപോലെ നമുക്ക് പിള്ളേർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട്, നല്ലൊരു താരാട്ട് പാട്ട്. യെസ്, ഈ പാട്ട് എൻ്റെ മോള് നന്നായിട്ട് പാടും. അപ്പൊ ഈ പാട്ട് എൻ്റെ ചേച്ചിയാണ് എൻ്റെ മോൾക്ക് ഇത് കേൾപ്പിച്ചു കൊടുത്തത്. അപ്പൊ അവളാണ് ഇത് ആദ്യം പഠിക്കുന്നത്. എന്നിട്ട് അവളാണ് എന്നെ പഠിപ്പിച്ചത് ഈ പാട്ട്. എന്നെ എപ്പോഴും കറക്റ്റ് ചെയ്യണത് അവളാ. അപ്പം ആ പാട്ട്. മോളെ കുറിച്ച് പറഞ്ഞപ്പോ മോള് ഡാൻസും കൊറിയോഗ്രാഫി ഒക്കെ ചെയ്യണത് നേരത്തെ പറയണ്ടായി. അങ്ങനെയില്ല, വലിയ രീതിയിലല്ല, പക്ഷെ നമ്മളെ എൻകറേജ് ചെയ്യാനുണ്ട്. എല്ലാവിധ കരിക്കുലർ പാട്ട് പഠിക്കും. മക്കളുടെ പേരെന്തായിരുന്നു? അംബിക ആൻഡ് രുക്മിണി. അയ്യോ, നല്ല ക്യൂട്ട് ആയിട്ടുള്ള പേര്. മൂത്താൾ അംബിക രണ്ടുപേരും ഉണ്ട്. എക്സ്ട്രാ കരിക്കുലർ നമ്മളെല്ലാത്തിനും ഉണ്ട്. അപ്പം അതിന്റെ ഒന്നാണ് ഡാൻസ്. പാട്ട് പിന്നെ കിട്ടുമല്ലോ നമ്മുടെ ഫാമിലിയിലുണ്ടല്ലോ. അമ്മ ഇപ്പൊ പഠിപ്പിക്കുന്നുണ്ട്. ചെറുതായിട്ട് രണ്ടുപേരെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പാട്ടൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. അപ്പം ഈ പാട്ട് രാരോ 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 കണ്ണനുണ്ണീ മകനെ കണ്ണേയൻ പൈതലേ കേമനായി വളര നീ വളര മകനേ മകനേ പൊന്മകനേ ചേമന്തി പൂങ്കുരുന്നേ ചെലോലും മാൻകിടാവേ ചെമ്മേ ചെമ്മേ വളര നീ വളര മകനേ മകനേ പൊന്മകനേ. ഭയങ്കര ഒരു ഉറക്കത്തിന്റെ ഒരു അല്ലെ, പിള്ളേരെ ഉറക്കണ ഒരു പാട്ടാണ്. എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ആ പാട്ടിന്. MJ സാറിന്റെ കമ്പോസിങ്. അതെ, അതിന്റെ റൈറ്റർ എന്റെ ക്ലോസ് ഫ്രണ്ട്, ഫാമിലി ഫ്രണ്ടാണ് അജയ് ഗോപാൽ എന്ന് പറയുന്നത്. ബോംബെ ജയശ്രീ പാടിയ. അതെ അതെ അതെ, ബോംബെ ജയശ്രീ മാമിന്റെ ശബ്ദത്തിനുണ്ടല്ലോ ആ ഒരു ഗാംഭീര്യം. അത് ആ പാട്ടിൽ ഭയങ്കരമായിട്ട് കോംപ്ലിമെന്റ് ചെയ്യണമെന്ന് എനിക്ക് ഫീൽ ചെയ്താറുണ്ട് ആ പാട്ട്. അതിനെ ലിറിക്സ് ഏതുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ഈ പാട്ട് ഡിസ്കസ് ചെയ്യാറൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഇതേ പറഞ്ഞ ഫീൽ ചെയ്തിട്ട് എഴുതിയിട്ടുള്ള വരികളാണ് എന്നൊക്കെ പറഞ്ഞിട്ട്.
അപ്പൊ താങ്ക് യു സോ മച്ച്. ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ തന്നതിൽ. വർത്തമാനം ഇച്ചിരി കൂടി പോയോ എന്നൊരു സംശയമുള്ളൂ. എനിക്ക് തോന്നിയിട്ടില്ല, കാരണം ഞാനും ഒരു വർത്തമാനം ഇഷ്ടപ്പെടുന്ന ആളായോണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഭയങ്കര സംസാരിച്ചത്. കുറച്ച് സംസാരിച്ചില്ലെങ്കിൽ ഞാനും കുറച്ച് അങ്ങോട്ട്. അത് എന്റെ പ്രശ്നം. അപ്പൊ എന്റെ പ്രശ്നമാണോ? അല്ല, പക്ഷെ എന്തോ ഭയങ്കര സംസാരിക്കാൻ ഇഷ്ടം തോന്നി. അപ്പൊ കൊറേ ഇങ്ങനെ സംസാരിച്ചു. നമ്മള് പാട്ടിനെ കുറിച്ചും ഇൻഡിപെൻഡന്റ് ട്രാക്സിനെ കുറിച്ചും എന്താ പറയാ ഫിലിം സോങ്സിനെ കുറിച്ചും അതെ പേഴ്സണൽ കാര്യങ്ങളെ കുറിച്ചും ജിമ്മിനെ കുറിച്ചും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഫൺ കോൺവെർസേഷൻ ആയിരുന്നു. അപ്പൊ ഇനി ഓൾ ദി ബെസ്റ്റ് വിഷസ് അപ്കമിംഗ് പ്രൊജക്ട്സിനെല്ലാം. നമുക്ക് ഇനി അടുത്ത ഹിറ്റുകൾ ഇനി ഇതേപോലെ എങ്ങനെ വരട്ടെ. ഒന്നും കൂടെ എല്ലാതും എന്താ പറയാ ഒന്ന് സോഷ്യൽ മീഡിയയിൽ മാർക്കറ്റിംഗ്. എന്റെ ഒരു ചെറിയൊരു അഡ്വൈസ് ആണ്. എന്താണെന്നറിയാം, ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും ഇത് പറയും, ഞാൻ മാർക്കറ്റിംഗിൽ മോശമാണെന്ന്. എന്നിട്ട് പക്ഷെ അടുത്ത ഇന്റർവ്യൂവിൽ അത് തന്നെയായിരിക്കും, സെയിം സ്ഥലത്ത് തന്നെയായിരിക്കും. റിപ്പീറ്റ് ആവാതിരിക്കാൻ ശ്രമിക്കുക, ആലോചിക്കാം. Okay. All the very best wishes. Thank you for your time. Yes, thank you. Yes.